കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര തീരുമാനം 2% വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബദ്ധ 2% വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പണപ്പെരുപ്പത്തിന്റെ ആഘാതം നേരിടാൻ സഹായിക്കുന്നതിനായി നൽകുന്ന ശമ്പളത്തിലെ ക്രമീകരണമാണ് ഡിയർനെസ് അലവൻസ്. DA വർദ്ധിപ്പിക്കുമ്പോൾ പ്രതിമാസ ശമ്പളത്തിൽ പ്രതിഫലിക്കും. ഉപഭോക്തൃവില സൂചിക അടിസ്ഥാനമാക്കി വർഷത്തിൽ 2 തവണ ജനുവരിയിലും ജൂലൈയിലുമാണ് സാധാരണയായി DA പരിഷ്കരിക്കുന്നത്. എന്നാൽ ഇത്തവണ DA പ്രഖ്യാപനം വൈകിയത് വലിയ ചർച്ചയായിരുന്നു. 8ാം ശമ്പള കമ്മീഷന് കീഴിൽ ശമ്പളഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന വ്യാപകമായ ആവശ്യങ്ങൾക്കിടയിലാണ് DA വർധനവിന് അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള DA അവസാനമായി പരിഷ്കരിച്ചത് ഒക്ടോബറിലാണ്. 55% നിന്ന് 58% ഉയർത്തിയത്. 2025 ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു. വർഷത്തിൽ 2 തവണയാണ് DA പരിഷ്കരിക്കുന്നത്. പുതിയ വർധനവോടെ DA 60% ഉയരും. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.